പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ അറിയുന്നത്. ബിനിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അതിലൂടെ നമുക്ക് ഈ സിഗ്നൽ ലഭിച്ച ഇടത്ത് സാധാരണ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ ഇപ്പോൾ ബിനിൽ കാണിക്കുന്നുണ്ട്. ബിനിൽ തുടർന്നോളൂ ബിനിൽ. ഇതാണ് പ്രജീഷ ചിത്രം. ആ ചിത്രത്തിൽ എവിടെയൊക്കെയാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി പരിശോധന നടക്കുക. അതായത് എവിടെയാണ് ഈ സോണാർ ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ ലോറിയുടെ എന്ന് സംശയിക്കുന്ന ഭാഗം കാണുന്നത് എന്നതാണ് അവർ ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാണ് ആ സോണാർ സ്കാനിങ്ങിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ. ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇനി ഗംഗാവാലി നദിയിൽ നടക്കുക. അതിനുവേണ്ടി പ്രത്യേകമായി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രധാനപ്പെട്ട സ്ഥലം, അതായത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന 3-4 സ്ഥലത്ത് ആ സിഗ്നൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന സ്ഥലത്താണ് നാവികസേന പരിശോധന നടത്താൻ പോകുന്നത്. അവിടെ മുങ്ങൽ വിദഗ്ധരെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ അഡ്വാൻസ്ഡ് സോണാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള സൈഡ് സ്കാൻ ചിത്രമാണ് അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആ ചിത്രത്തിലൂടെ അവർ എവിടെയാണ് ഈ ലോറി സംശയിക്കുന്നത്, അതിനുള്ള സാധ്യതയുള്ളത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭാഗത്തായിരിക്കും ഇനി മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തുക. പ്രജീഷ്. ബിനിൽ, അപ്പോഴും ഈ ഇത്രയും കാരണം 250ഓളം മീറ്റർ വീതിയാണ് ഈ ഗംഗാവലി പുഴയെ സംബന്ധിച്ചോളം ഉള്ളത്. ഇപ്പോൾ അപകടം നടന്ന ആ ഒരു മേഖല, അപ്പോൾ ആ മേഖലയിൽ എവിടെയാണ്, ഏത് തീരത്ത്? നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ആ തീരത്തോട് തന്നെ ചേർന്നാണെന്ന് തോന്നുന്നു, അല്ലേ ബിനിൽ? അങ്ങനെയുണ്ടെങ്കിൽ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഈ തീരത്തിനോട്, ഈ മൺതിട്ടയോട് ചേർന്നുള്ള ആ ഭാഗം തീർച്ചയായും അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അനുമാനിക്കാം അവിടെ നിന്നും മണ്ണിടിച്ചിലുണ്ടാകുന്നു, വാഹനം വന്ന് പതിക്കുന്നു, ഏകദേശം അങ്ങനെയൊക്കെ അനുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പരുവപ്പെട്ട തിരച്ചിലിന് പറ്റിയൊരിടം തന്നെ ആയിരിക്കണം, അല്ലേ? ബിനിൽ, കേൾക്കാമെങ്കിൽ ബിനിൽ ഇപ്പോൾ നമുക്ക് ആ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആ മൺതിട്ട, ഇപ്പോൾ പരിശോധന നടത്തുന്ന ആ മൺതിട്ടയുണ്ടല്ലോ, അതിനോടൊക്കെ നമ്മൾ കണക്ട് ചെയ്തൊരു ഏകദേശം നമുക്ക് രൂപം, കാരണം ഒരു സിഗ്നലാണ് കിട്ടിയിരിക്കുന്നത്. അത് സ്ഥിരീകരണത്തിലേക്ക് ഇനി നമുക്ക് ഒരുപാട് പരിശോധനകൾ വേണം. എങ്കിലും കിട്ടിയിരിക്കുന്ന സിഗ്നലിൻ്റെ വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസിലൂടെ ആദ്യമായി സേനയുടെ ഭാഗത്തു നിന്നും നേവിയുടെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷൻ വന്നിരിക്കുന്നു. ആ സിഗ്നലാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ബിനിൽ, തുടരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി തന്നെയാണ് നാവികസേന വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ നിരന്തരമായ തെരച്ചിലില്ലാത്ത ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അവർക്ക് കൈവന്നിരിക്കുന്നത് ഈ ചിത്രങ്ങളിലൂടെ തന്നെയാണ്. കാരണം അവർ നാവികസേനയുടെ കൈവശമുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോണാർ സിസ്റ്റം അവിടെ എത്തിക്കുകയും ആ സോണാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ 3-4 ഇടങ്ങളിലെ സിഗ്നൽ അവർക്ക് ലഭിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന സ്ഥലം, അതായത് ഈ ലോറിയുടെ വലിപ്പമടക്കം കണക്കാക്കിക്കൊണ്ട് അതിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന സ്ഥലമാണ് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് അവർ എടുത്തു കാണിച്ചിരിക്കുന്നത്. അവിടെയായിരിക്കും ഇനി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പ്രധാനമായും പരിശോധന നടത്തുക. ആ നദിയിലേക്ക് ഇറങ്ങി ആ അടിത്തട്ടിലേക്ക് പോയി അവിടെ ലോറി തന്നെയാണോ ഉള്ളത് എന്നത് സ്ഥിരീകരിക്കുക എന്നതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട കടമ്പ. ആ കടമ്പയിലേക്ക് നീങ്ങുകയാണ് നാവികസേന. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നത് ആ നദിയിലെ കുത്തൊഴുക്കായിരുന്നു. അവർക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഈ നദിയുടെ അടിത്തട്ടിലെല്ലാം മരങ്ങൾ കുത്തിയൊലിച്ചു വന്ന് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ പാറക്കെട്ടുകൾ കിടക്കുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ നദിക്ക് അടിയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന എന്നാണ് നാവികസേനാ വൃത്തങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു. ആ പുഴയിലെ ഒഴുക്കിന് ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അവർക്ക് ആധുനികമായ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ സോണാർ സ്കാനിങ്ങിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു തെളിവ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കൃത്യമായ ഒരു സൂചനയിലേക്ക് പോലും പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സോണാർ സ്കാനിങ് എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളെ ഈ നദിയിലേക്ക്, അതായത് വെള്ളത്തിനടിയിലേക്ക് വിട്ടുകൊണ്ടുള്ള
ഒരു പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധനയിൽ ശബ്ദതരംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചിത്രമാണ് നമുക്ക് ഇപ്പോൾ നാവികസേന കൈമാറിയിരിക്കുന്നത്. അത് അവർ ഔദ്യോഗികമായി തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. കാരണം നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു രക്ഷാദൗത്യമാണ്. അതിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ അവർ കൈവരിച്ച നേട്ടമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഈ ഭാഗത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടത്താനിരിക്കുന്നത്. അവിടെ നടത്തുന്ന പരിശോധനയിൽ ഈ ലോറി കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറും.